2026 ആരുടെയൊക്കെ വിവാഹം നടക്കുമെന്ന ചർച്ചയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് അഹാനയുടേതാണ് എന്ന് പറയാം. വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇഷാനിയും അഹാനയും ഒക്കെ ഓമിയുടെ വരവോടുകൂടി അത് മാറ്റിയിരിക്കുകയാണ്. ഇഷാനിക്ക് ഇപ്പോൾ വളരെയധികം താല്പര്യമാണ്. ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ കുഞ്ഞമ്മ എന്നൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ആണ് എൻ്റെ വീട്ടിലെ ഏറ്റവും കുഞ്ഞ്. ഇങ്ങനെ പറഞ്ഞിരുന്ന ഇഷാനി ഇപ്പോൾ ഓമി തറയിൽ വെക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹാനയ്ക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഓമിയുടെ വരവും ദിയയുടെ വിവാഹവുമെല്ലാം. അതുകൊണ്ട് തന്നെ അഹാന ഉടനെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 തന്നെ അഹാനയുടെ വിവാഹകാര്യവും തീരുമാനത്തിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രേക്ഷകരും അത് പറയുന്നുണ്ട്, എല്ലാവരും അതനുസരിച്ച് സംസാരിക്കുന്നുമുണ്ട്. അഹാനയുടെ വാർത്തകൾ വളരെയധികം കൃത്യമായി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. ആ വീട്ടിലെ 4 കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അഹാനെക്കുറിച്ചാണ്. അഹാന എന്തെങ്കിലും വാർത്തകൾ പങ്കുവച്ചാൽ അത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അഹാന പറയുന്നതിലാണ് ആ വീട്ടിലെ എല്ലാവർക്കും കൂടുതലും താല്പര്യം. മറ്റുള്ള പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ്. അഹാനയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ നന്നായി തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. പ്രേക്ഷകർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അഹാനയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ദീർഘനാളത്തെ സൗഹൃദത്തിന് ശേഷം അഹാന നിമിഷമായിട്ടാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പലയിടത്തു നിന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ താരകുടുംബം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നേരെ മറിച്ചാണ് ദിയ. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കും. ഇഷാനിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അർജുനാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അറിയാമെങ്കിലും അവരാരും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. നിമിഷമായി ട്രിപ്പ് പോകുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ അഹാന ചിത്രങ്ങൾ അധികം നിമിഷനെ കാണിക്കാതെയാണ് പങ്കുവയ്ക്കാറുള്ളത്. തങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ പുറത്തു പറയാതിരിക്കാനാണ് അഹാന ശ്രമിക്കാറുള്ളത്. ഇടയ്ക്ക് വെച്ച് തന്നെ ഇവർ ബ്രേക്കപ്പ് ആയെങ്കിലും പിന്നീട് ഇവർ പാച്ചപ്പ് ആയതിനെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കഥകൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നുവെന്നും ഈ വർഷം തന്നെ അറിയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത്. അഹാനയുടെ കഴിഞ്ഞ പിറന്നാളിന് നിമിഷിൻ്റെ കുടുംബവും എത്തിയത് വളരെയധികം വാർത്തയ്ക്ക് പ്രാധാന്യമായിരുന്നു എന്ന് പറയാം. അഹാനയുടെ അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും നിമിഷ് അവിടെ എത്തിയത് വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒന്നായി മാറി. നിമിഷ് കൊടുത്ത സമ്മാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറി എന്ന് വേണം പറയാൻ. ആരാധകർ എല്ലാവരും അഹാനയുടെ വിവാഹത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഉടനെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് അഹാന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വർഷം നിങ്ങൾ ആ സന്തോഷ വാർത്ത അറിയുമെന്ന് അഹാന പറയുന്നുമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിക്കുന്നില്ലെങ്കിലും നിരവധി പേർ കമൻറ്റിൽ വിവാഹമാണോ എന്ന് ചോദിച്ച് എത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.